വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. പേജ് നമ്പർ 31 ആക്ടിവിറ്റിയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Now, in each of the pairs of products given below, can you figure out in your head which is larger and how much more? താഴെ കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പ്രോഡക്ട്സ് കണ്ടുപിടിച്ച് അതിലെ വലുതേത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര കൂടുതലുണ്ട് എന്നാണ്. ഇവിടെ 12 × 8ഉം 18 × 2 ആണ് തന്നേക്കുന്നത്. ഇതിൽ ലാർജ് ഏതാണ്, അത് എത്രത്തോളം മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലുണ്ടെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളിവിടെ നോക്കൂ, 16 × 9 എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? 16 10 + 6 ആണ് 16 എന്ന് പറയുന്നത്, ഇൻറ്റു 9. അപ്പോൾ ഇതിനെ 10നെ 9 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ 6 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90. 90 + 6 × 9 എന്ന് വെച്ചാൽ 54. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഇതുപോലെ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നതും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 12 × 8ഉം 18 × 2. ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 12 × 8. 12 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതി? 10 + 2 എന്ന് എഴുതി. 10 + 2 എന്ന് എഴുതി ഇൻറ്റു 8. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 10നെ 8 കൊണ്ടും 2നെ 8 കൊണ്ടും ഇൻറ്റു ചെയ്തു. 10നെ 8 കൊണ്ട് എഴുതിയപ്പോൾ 80 + 2 × 8 16 എന്ന് കിട്ടി. അപ്പം 96 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ 18 × 2നെ ചെയ്യുക. 18 × 2നെ ചെയ്യുമ്പോൾ 10 + 8 ആണ് 18 × 2. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 10 × 2 20, 8 × 2 16. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 36 എന്ന് കിട്ടി. ഇനി ഇത് ഇപ്പം ഏതാണ് ഇതിൽ വലുത്? ഇതാണ് വലുത്. 12 × 8 ആണ് വലുത്. അപ്പം എത്ര കൂടുതലുണ്ടെന്ന് അറിയാൻ 96ൽ നിന്ന് 36 മൈനസ് ചെയ്താൽ മതി. അപ്പം 60 more എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തത് 17 × 6ഉം 16 × 7ഉം ആണ്. ഇതും എങ്ങനെ ചെയ്യണേ? ഇതും സെയിം മെത്തേഡ് തന്നെ. 17 എന്ന് പറഞ്ഞാൽ നമ്മൾ 10 + 7 × 6 എന്ന് ചെയ്യും അല്ലേ. അപ്പോൾ 10 × 6ഉം പിന്നെ 7 × 6ഉം. 10 × 6 60, 7 × 6 42. രണ്ടും ആഡ് ചെയ്തുമ്പോൾ 102 കിട്ടും. ഇനി 16 × 7 എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 10 + 6 ഇൻറ്റു അല്ലേ, 16 10 + 6 × 7. അപ്പോൾ 10 × 7 70, 6 × 7 42. അപ്പോൾ നമുക്ക് 112 കിട്ടും. ഇനി എത്ര അപ്പോൾ ഏതാണ് വലുത് എന്ന് പറയുന്നത്? 16 × 7 എന്ന് പറയുന്നതാണ് വലുത്. അപ്പോൾ എത്ര കൂടുതലുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് 112ൽ നിന്ന് 102 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 10 more, 10 കൂടുതലാണ്. ഇതേപോലെയാണ് അടുത്തത്. എത്രയാണ്? 13 × 9ഉം 19 × 3ഉം. അതാണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ 13 × 9ഉം 19 × 3ഉം. ഇതിലേതാണ് വലുതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 13നെ എങ്ങനെ നമുക്ക് എഴുതാം? 10 + 3 × 9 എന്ന് എഴുതാം. പിന്നെ 10നെ 9 കൊണ്ടും 3നെ 9 കൊണ്ടും. 10നെ 3 കൊണ്ട് 9 കൊണ്ട് ചെയ്യുമ്പോൾ 90, 3നെ 9 കൊണ്ട് ചെയ്യുമ്പോൾ 27. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടി 117 നമുക്ക് ഉത്തരം കിട്ടും. ഇതുപോലെ തന്നെ 19 × 3നെ ചെയ്യാം. 10 + 9 19 × 3 അല്ലേ. അപ്പോൾ 10 × 3 30, 9 × 3 27 അല്ലേ. അപ്പോൾ മൊത്തം 57 ഉത്തരം കിട്ടും. അപ്പോൾ ഇതിലേതാണ് വലുത്? 13 × 9 ആണ് വലുത്. ഇനി എത്ര കൂടുതലുണ്ടെന്ന് അറിയാൻ 117ൽ നിന്ന് 57 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 60 more എന്നും പറഞ്ഞ് കിട്ടും. അടുത്തത് 25 × 6ഉം 26 × 5ഉം ആണ്. അപ്പോൾ ഇതിലേതാണ് വലുതെന്നാണ് നമ്മൾ നോക്കുന്നത്. 25 × 6നെ 25നെ നമ്മൾ എങ്ങനെ എഴുതി? 20 + 5 × 6. അപ്പോൾ 20 + 6 20 × 6 എന്ന് പറഞ്ഞാൽ 120 കിട്ടി. 5 × 6 എന്ന് പറഞ്ഞത് 30 കിട്ടി. രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 150 കിട്ടി. ഇതുപോലെ 26നെ നമ്മൾ 20 + 6 × 5 എന്ന് ചെയ്തു. അപ്പോൾ 20 × 5 എന്ന് പറഞ്ഞാൽ 100 ആണ്. 6 × 5 30. അപ്പോൾ 130 കിട്ടി. ഇതിൽ വലുത് ഏതാണ്? 25 × 6 ആണ്. എത്ര കൂടുതലുണ്ടെന്ന് അറിയാൻ 150ൽ നിന്ന് 130 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കൂടുതൽ കിട്ടി? 20 കൂടുതൽ കിട്ടി. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് ചെയ്യുന്നത്. രണ്ടാമത്തെ നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 34ലെ ക്വസ്റ്റ്യൻസ് ആണ്. നൗ ട്രൈ കമ്പ്യൂട്ടിംഗ് ദ പ്രോഡക്ട്സ് ബിലോ ലൈക്ക് ദിസ്. ഇവിടെ ഇതേപോലെ തന്നെ ചെയ്യാൻ 13 × 15, 17 × 16, 18 × 19, 14 × 18, 15 ×
15. ഇതുപോലെ കോളം വരച്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. സിമ്പിളാണ്. 13 × 15. 13നെ നമ്മൾ 10+3 അല്ലേ? 13. 15നെ 10 + 5 15. അപ്പോൾ ഇതുപോലെ കോളാക്കുക. ആദ്യം 13 പിന്നെ 10ൻ്റെ 10 × 10 ഇത് ഇൻറ്റു ചെയ്യണം. 10 × 10 100. 10 × 3 30. 5 × 10 50. 3 × 5 50 അല്ലേ? ഇനി 100 + 30 എന്ന് പറയുന്നത് 130. അതാണ് പ്ലസ് ചെയ്താണ് ഇവിടെ എഴുതേണ്ടത്. 50 + 15 എന്ന് പറയുന്നത് 65. ഇനി ഇവിടെ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. ഇവിടെ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ ചെയ്യേണ്ടത് മുഴുവൻ. എന്നിട്ട് ഇവിടെ രണ്ടും പ്ലസ് ചെയ്തിട്ട് എഴുതുക. ഇനി 17 × 16 എങ്ങനെ എഴുതാം? 17 നമുക്ക് 10 + 7 ആണ്. അതുപോലെ 16 10 + 6 ആണ്. അപ്പോൾ 10 × 10 100. 10 × 7 70. 10 × 6 60. 7 × 6 42. ഇനി അതുപോലെ 100 + 17 എത്രയാണ്? 170. 16 + 42 102. ഉത്തരം നമുക്ക് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 272 എന്ന് കിട്ടും. മൂന്നാമത്തത് 18 × 19 ആണ്. 18നെ 10 + 8 10 + 9 ഇങ്ങനെ എഴുതാം. 10 × 10 100. 10 × 8 80. 9 × 10 90. 9 × 8 72. ഇനി 10 + 80 180. 90 + 72 162. ഇപ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 342 കിട്ടും. നാലാമത്തെ 14 × 18 ആണ്. 14ന് 10 + 4 10 + 8 അല്ലേ? 18ന് 10 + 8. ഇപ്പോൾ 10 × 10 100. 10 × 4 40. 8 × 10 80. 8 × 4 32 അങ്ങനെ കിട്ടും. ഇനി 100 + 40ന് 140 എന്ന് എഴുതാം. 80 + 32ന് 112 എന്ന് എഴുതാം. രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 252 എന്ന് ഉത്തരം കിട്ടും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 15 × 15 ആണ്. 10 + 5ഉം 10 + 5ഉം 10 + 5ഉം 10 + 5 അല്ലേ? അപ്പോൾ 10 × 10 100. 10 × 5 50. 5 × 10 50. 5 × 5 25. ഇനി 10 + 50 എന്ന് പറഞ്ഞാൽ 150. 50 + 25 എന്ന് പറഞ്ഞാൽ 75. രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 225 എന്ന് ഉത്തരം കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് പേജ് നമ്പർ 35ലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ കോളം വരച്ച് ചെയ്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മെത്തേഡ് യൂസ് ചെയ്യാം. 2-3 മെത്തേഡ്സ് കാണിച്ചു തരാം. കമ്പ്യൂട്ട് ദ പ്രോഡക്ട്സ് ബിലോ. ഫസ്റ്റ് 12 × 34 ആണ്. ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യാം. 12 × 34നെ 12നെ 10 + 2 അല്ലേ? അതുപോലെ 34നെ 30 + 4 എന്നാണ്. അപ്പോൾ 10 × 30 300. 13 × 2 60. 10 × 4 40. 2 × 4 8 ഇങ്ങനെ എഴുതിയിട്ട് 100ഉം 60യും കൂടെ കൂട്ടിയാൽ 360. 40 + 8 കൂട്ടിയാൽ 48. അത് രണ്ടും കൂടെ ചെയ്താൽ 408 എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇതല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് 12 × 34 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് 408 കിട്ടും. ഇതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12ൻ്റെ നമുക്ക് 10 മാത്രം എടുക്കാം. 10 × 34 പ്ലസ് എന്താണ് 2. 12ൽ ബാക്കി 2 ഉണ്ട്. 2 × 34. 10 × 34 എന്ന് പറഞ്ഞാൽ 340 പ്ലസ് 2 × 34 എന്ന് പറഞ്ഞാൽ 68. അപ്പോൾ 408. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും സിമ്പിള് നമ്മളുടെ ഈ ടേബിൾ മെത്തേഡാണ്. അടുത്തത് 23 × 45 ആണ്. അപ്പോൾ 20 + 3 40 + 5 അല്ലേ? അപ്പോൾ 20 അപ്പോൾ 40 × 20 ഇവിടെ ഇൻറ്റു ചെയ്യണം. 40 × 20 800. 40 × 3 120. 5 × 20 100. 5 × 3 50. അപ്പോൾ 800 + 120 920. പിന്നെ 115 150 കിട്ടി. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1035 എന്ന ഉത്തരം കിട്ടും. ഇനി മൂന്നാമത്തെ 75 × 75. അപ്പോൾ 70 + 5 70 + 5 ആണ്. അപ്പോൾ 70 × 70 ചെയ്യുക. പിന്നെ 70 × 5 ചെയ്യുക. അതുപോലെ 5 × 70 ചെയ്യുക. 5 × 5 ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ 5250യും പിന്നെ 375ഉം കിട്ടും. നമുക്ക് ടോട്ടൽ 5625 എന്ന് ഉത്തരം കിട്ടും. അടുത്തത് ഇപ്പോൾ 2 വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇനി 3 നോക്കാം. 123 × 45. അപ്പം നമുക്ക് ഓരോന്നിനെ ഇവിടെ 1 എന്നുള്ളത് 100 പ്ലേസിൽ അടങ്ങണം. അപ്പോൾ 100
2 എന്നുള്ളത് ടെൻസ് പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പോൾ 20. 3 എന്നുള്ളത് വൺസ് പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പോൾ 3. ഇനി അടുത്തത് 40. 40 + 5 ആണ് 45. 100 + 20 + 3 ആണ് 123. അപ്പോൾ ഇനി 140 4000, 20 × 40 800, 3 × 40 120. അതുപോലെ 100 × 5 500, 20 × 5 100, 3 × 5 50. അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4920 കിട്ടും. പിന്നെ ഇവിടെ പ്ലസ് ചെയ്യണ സമയത്ത് 615 കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് 5535 കിട്ടും. ഇതുപോലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 320 × 78 ആണ്. 300ഉം 20 ആണ്. 300ഉം 20ഉം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 70 + 8 ആണ്. അപ്പോൾ 70 × 300 ചെയ്യുക, 20 × 70 ചെയ്യുക. അതുപോലെ 8 × 300 ചെയ്യുക, 20 × 8 ചെയ്യുക. ഇനി ഇത് പ്ലസ് ചെയ്യുക. ഇത് രണ്ടും പ്ലസ് ചെയ്യുക, ഇത് രണ്ടും പ്ലസ് ചെയ്യുക. ടോട്ടൽ 24,960 എന്ന് ഉത്തരം കിട്ടും. ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് 36 × 15 = 540. നിങ്ങൾക്ക് ഓൾറെഡി തന്നിരിക്കുകയാണ്. 36 × 15 എന്ന് പറഞ്ഞാൽ 540 ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ താഴെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 36 × 16, 37 × 15, 36 × 14, 35 × 15. നിങ്ങൾക്ക് ഇതുപോലെ കോളം വരച്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ 36 × 15 എന്ന് പറയുന്നത് 540 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 36 × 16 എന്ന് പറയുന്നത് 36 × 15 അല്ലേ? 36 × 15നോട് നമ്മൾ എന്താണ് 36 ആഡ് ചെയ്യുക, പ്ലസ് 36 ആഡ് ചെയ്യുക. ഫസ്റ്റ് 36 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് 36 × 15 എന്ന് പറയുന്നത് 540 ആണ് തന്നിട്ടുണ്ട്. അതിനോട് 36 ആഡ് ചെയ്താൽ 576 കിട്ടും. അപ്പോൾ 576 നിന്ന് 546 40 മൈനസ് ചെയ്താൽ എത്ര കൂടുതലുണ്ടെന്ന് കിട്ടും? 36 കൂടുതലാണ്. ഇനി 37 × 15 ആണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 36 × 15 നമുക്ക് ഓൾറെഡി അറിയാം. പ്ലസ് അതിനോട് എന്ത് ആഡ് ചെയ്യുക? രണ്ടാമത്തെ സംഖ്യ 15. രണ്ടാമത്തെ സംഖ്യ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് അതിനേക്കാൾ വലിയ സംഖ്യ ചെയ്തുകൊണ്ടാണ് കേട്ടോ. പ്ലസ് 15 ആഡ് ചെയ്യാം. അപ്പോൾ 36 × 15 എന്ന് പറയുന്നത് 540 ആണ്. പ്ലസ് 15, അപ്പോൾ 585 എന്ന് കിട്ടും. 585 നിന്ന് 540 മൈനസ് ചെയ്താൽ നമുക്ക് 15 കൂടുതലുണ്ടെന്ന് കിട്ടും. ഇനി അടുത്തത് 36 × 14 കുറവാണ് അല്ലേ? അപ്പോൾ 36 × 15 എന്ന് പറഞ്ഞാൽ ആദ്യം 36 അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 36 × 15 എന്ന് പറഞ്ഞാൽ 540 ആണ്. അതിൽ നിന്ന് 36 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 504 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 540 നിന്ന് 504 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 36. അപ്പോൾ മറ്റിൽ നിന്ന് 36 കുറവാണെന്നാണ് കിട്ടുന്നത്. അടുത്തത് 35 × 15 ആണ്. 36 × 15 എന്ന് പറഞ്ഞാൽ 540 ആണെന്ന് അറിയാം. അപ്പോൾ 36 × 15 മൈനസ് നമ്മൾ രണ്ടാമത്തെ സംഖ്യ അല്ലേ 15 മൈനസ് ചെയ്യാം. അപ്പോൾ 540 മൈനസ് 15 = എത്ര കിട്ടി? 525. അപ്പോൾ 540 നിന്ന് 525 മൈനസ് ചെയ്യാൻ 15 ആണ് കുറവെന്ന് നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 16 ഗേവ് 1360. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് നെക്സ്റ്റ് നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 16? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1360നോട് 16 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടുന്നത്? 1376 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് 1376 നിന്ന് 1360 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കൂടുതൽ കിട്ടുന്നത്? 16 കൂടുതൽ കിട്ടുകയാണ്. ഇതേ രീതിക്ക് തന്നെയാണ് രണ്ടാമത്തെ ചോദ്യവും ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് നമ്പർ ജസ്റ്റ് ബിഫോർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16? 16 മൈനസ് ചെയ്താൽ എങ്ങനെയായിരിക്കും? 1360 നിന്ന് 16 മൈനസ് ചെയ്യുക. അപ്പോൾ 1344 ഉത്തരം കിട്ടും. അപ്പോൾ 1360 നിന്ന് 1344 മൈനസ് ചെയ്താൽ 16 കുറവായിട്ട് നമുക്ക് കിട്ടും. 16 ആണ് കുറവ്.